പിന്നെ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ജേഴ്സി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 24-25 സീസണിലെ ജേഴ്സി ക്ലിയറൻസ് സെയിൽ നടത്തുന്നുണ്ട് ജേഴ്സി സ്റ്റോർ എന്ന് പറയുന്ന ഒരു ടീം. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ 24-25 സീസണിലെ ജേഴ്സി ഈ ഓഗസ്റ്റ് 10 മുതൽ 15 വരെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ക്ലിയറൻസ് സെയിലാണ്, വിറ്റ് ഒഴിവാക്കാണ്. അതുപോലെ 25-26 സീസണിലെ ജേഴ്സി അവർ അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ടിലും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയി ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞു മറക്കണ്ട, 24-25 സീസണിലെ ക്ലിയറൻസ് സെയിൽ, 25-26 സീസണിലെ ജേഴ്സി ഡിസ്കൗണ്ട് സെയിൽ. ഓക്കെ, 10 to 15 ഓഗസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ആരാടാ പറഞ്ഞ യുണൈറ്റഡിൻ്റെ പുള്ളിങ് പവർ പോയി പോകുന്നൊക്കെ? യുണൈറ്റഡിൻ്റെ പുള്ളിങ് പവർ ഇപ്പോഴും അവിടെയുണ്ട്. അതൊന്നും ഒരു 16 സ്ഥാനത്ത് പോയാലും 17 സ്ഥാനത്ത് പോയാലൊന്നും അത് പോയി പോകാൻ വേണ്ടി പോകുന്നില്ല. അത് അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അതേസമയം നമുക്ക് ന്യൂ കാസിലിനെ കുറിച്ചും പറയണം. ന്യൂ കാസിലിനാണ് ഈ ഒരു സീസൺ ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഴ്സ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർ നന്നായിട്ട് കളിച്ചു, പ്രീമിയർ ലീഗ് നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. അവർ കർബാവോ കപ്പ് അടിച്ചു, അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ അവരുടെ അടുത്ത് സ്വാഭാവികമായിട്ടും കുറേ പൈസയുണ്ട്, നല്ല ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്, നല്ല സാലറി കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്കൊരു ടോപ്പ് പ്ലെയറിനെ ടീമിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അവരെ റിജക്റ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ. ജെയിംസ് ട്രാഫോർഡ് അവർ റിജക്റ്റ് ചെയ്തു, ഗുയേഹി അവരെ റിജക്റ്റ് ചെയ്തു, ഹുയ്സൺ അവരെ റിജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൂന്യ അവരെ റിജക്റ്റ് ചെയ്തു, എംബ്യൂമോ റിജക്റ്റ് ചെയ്തു, സെസ്കു റിജക്റ്റ് ചെയ്തു, എക്കിറ്റിക്കെ റിജക്റ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാ പൊസിഷനിലും എടുക്കുകയാണെങ്കിലും നല്ല പ്ലേയേഴ്സൊക്കെ ന്യൂ കാസിലിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് സങ്കടകരമായിട്ടുള്ള വസ്തുത ന്യൂ കാസിൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ അവർ ജാക്സനെ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ജാക്സണും കൂടെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇത്ര ഗതികെട്ട ക്ലബ്ബ് വേറെ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ചാമ്പ്യൻസ് ലീഗിൽ കഷ്ടപ്പെട്ട് ക്വാളിഫിക്കേഷൻ നേടിയിട്ട് നല്ലൊരു പ്ലെയർ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തൊരു മോശം അവസ്ഥയാണ്. അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇനി ഏകദേശം 10-20 ദിവസം കൂടെ ഉണ്ടല്ലോ ട്രാൻസ്ഫർ വിൻഡോ. സോ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ, അവർക്ക് വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ എല്ലാത്തിനുള്ള ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് അവർ ഇസാക്കിനെ നിലനിർത്താനെങ്കിലും ശ്രമിക്കണം. ഇസാക്കിനെ നിലനിർത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ഈ ടീമിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അതും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട്. കഴിഞ്ഞൊരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയ സമയത്തെ അവർ പഠിച്ചതാണ്. കാരണം ഈ ടീമൊന്നും പോരാ UCL പോയി കളിക്കാൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സീസണിൽ കുറച്ചുകൂടി നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അതാണ് ന്യൂ കാസിലിൻ്റെ അവസ്ഥ. പറയുകയാണെങ്കിൽ അവിടെ എഡി ഹൗനെ പോലത്തെ ഒരു മാനേജർ ഉണ്ട്. നിലവിൽ ഇംഗ്ലീഷ് മാനേജർമാരിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള മാനേജറാണ് എഡി ഹൗ. സ്റ്റിൽ അവർക്ക് ആരെയും പുൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ്. ഇനി നമ്മൾ നേരെ യുണൈറ്റഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. യുണൈറ്റഡിൻ്റെ പുള്ളിങ് പവർ എപ്പോഴും ഡിഫറൻ്റ് ആണ്. അതിന് 15-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും 17-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യുണൈറ്റഡ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ള അവരുടെ ഫൈനൽ തേർഡ് നോക്കാം. ഫൈനൽ തേർഡിലെ അപ്ഗ്രേഡിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ആ ഹോയ്ലൻഡിൽ നിന്നും ഗർണാച്ചോയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ അവരുടെ ഫൈനൽ തേർഡിലുള്ള ആരൊക്കെയാണ്? എംബ്യൂമോ ഉണ്ട്, മാത്യൂസ് കൂനിയ ഉണ്ട്, സെസ്കോ ഉണ്ട്. ഇതിൽ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന ആൾക്കാർ പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. പ്രീമിയർ ലീഗിൽ പയറ്റി തെളിഞ്ഞിട്ടുള്ള പ്ലെയേഴ്സാണ്. എംബ്യൂമോ ആണെങ്കിലും അതുപോലെ തന്നെ കൂനിയ ആണെങ്കിലും രണ്ടാളും ഡബിൾ ഡിജിറ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അത് തന്നെ എംബ്യൂമോ 20 ഗോൾ അടിച്ചിട്ടുണ്ട്. കൂനിയ കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ്. സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആ ഒരു ഓൾ സൈഡിനൊക്കെ താങ്ങി നിർത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ കൂനിയ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഒരു മാസീവ് അപ്ഗ്രേഡ് അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. ടോപ്പ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. സെസ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെസ്കോ ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഫിസിക്കലായിട്ടുള്ള, നല്ല ഹൈറ്റുള്ള, അക്രോബാറ്റിക് ഒക്കെ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ സ്ട്രൈക്കറാണ്. ആൾക്ക് ഇനി കുറെ കൂടി ഇമ്പ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇമ്പ്രൂവ് ആവും. യുണൈറ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഗ്യോക്രസിനൊക്കെ ലെവലാക്കി എടുത്തൊരു മാനേജറാണ് നമ്മുടെ റൂബൻ അമോറിം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മാനേജർക്ക് സെസ്കോനെ പോലത്തെ ഒരു പ്ലെയറും സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും. എനിവേ അവരെ ഫൈനൽ തേർഡിൽ നിന്ന് ആ ഗർണാച്ചോനൊക്കെ മാറ്റിയിട്ട് അവരവിടെ ഒരു മാസീവ് അപ്ഗ്രേഡ് നടത്തി. അത് നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ബെനിഫിഷ്യൽ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചിലർ പറയുന്നുണ്ട്
സെസ്കോ യുണൈറ്റഡിലേക്ക് പോയി, സെസ്കോൻ്റെ കരിയർ പോയി. ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് പറയുന്നതെന്ന് എനിക്കൊരു പിടുത്തില്ല. യുണൈറ്റഡ് ഈസ് യുണൈറ്റഡ്. യുണൈറ്റഡ് കാലാകാലം 15ാം സ്ഥാനത്തും 16ാം സ്ഥാനത്തൊക്കെ ഇരിക്കുന്നതാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. യുണൈറ്റഡ് ഇനി അവിടുന്ന് റൈസ് ചെയ്ത് വരും, അതൊക്കെ സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അവിടുന്ന് ടീമിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാനേജർ തന്നെയാണ് റൂബൻ അമോറിം. ഇപ്പോൾ ഫൈനൽ തേർഡ് തന്നെ ഇപ്പോൾ എത്ര മെച്ചപ്പെട്ടു. ഇത് കുറേ ബോൾ അങ്ങോട്ട് എത്തും, മാനത്തേക്ക് അടിച്ച് കളയും. ബോൾ അങ്ങോട്ട് എത്തുമ്പോൾ അവിടെ ഹോയിലൻഡ് ഉണ്ടാവില്ല, ഗർണാച്ചോ അവിടെ വന്നിട്ട് എന്തൊക്കെയാ കളിക്കും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. പ്രൂവൻ പ്ലേയേഴ്സാണ്. ഇപ്പോൾ സെസ്കോ പ്രീമിയർ ലീഗ് പ്രൂവൺ അല്ല, പക്ഷേ സെസ്കോക്ക് പ്രീമിയർ ലീഗ് കളിക്കാൻ മാത്രമുള്ള ഫിസിക്കൽ ക്വാളിറ്റി, ടെക്നിക്കൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലെഫ്റ്റിലുള്ള നമ്മുടെ കൂഞ്ഞ കുറേ സെൻറ്ററിലൊക്കെ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പോലെയൊക്കെ കളിക്കും. അതേപോലെ റൈറ്റിലുള്ള എംബിയും ആണെങ്കിൽ ഇവർ PL പ്രൂവൺ ആണ്. പ്രീമിയർ ലീഗിലെ ടോപ്പ് ടീംസിനെതിരെ ഗോൾ അടിച്ച് പരിചയമുള്ള, അസിസ്റ്റ് കൊടുത്ത് പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെയെന്ന് പറയുന്നത് കൂഞ്ഞ ആണെങ്കിലും എംബിയും ആണെങ്കിലും സ്കോറേഴ്സാണ്. അതായത് ജസ്റ്റ് അവർ ഒപ്പോണന്റിനെ ടേക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ ബോക്സ് വരുത്തുന്ന മാത്രം ആൾക്കാരല്ല, എൻഡ് പ്രോഡക്റ്റ് ഇല്ലാത്ത ആൾക്കാരല്ല. ഇവരൊക്കെ എൻഡ് പ്രോഡക്റ്റ് ടീമിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സാണ്. സോ ടീമിന് ഇത് ഹ്യൂജ് ബൂസ്റ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എടുത്തു പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെസ്കോ അവിടെ ഉണ്ട്. സെസ്കോക്ക് ക്രോസ് വരും, ആരടുത്തു നിന്ന് ക്രോസ് വരും? ദോർഗുവിൻ്റെ അടുത്ത് നിന്ന് ക്രോസ് വരും. ദോർഗുവിൻ്റെ ക്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോർഗുവിൻ്റെ അടുത്ത് നല്ല ക്രോസുകൾ വന്നു കഴിഞ്ഞാൽ സെസ്കോ ഇഷ്ടം പോലെ ചാടി കുത്തി പോസ്റ്റിലേക്ക് ഇടും. സെസ്കോൻ്റെ ചാട്ടം അറിയാലോ, സൂപ്പർ ചാട്ടമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അവരവിടെ ഒരു മാസീവ് അപ്ഗ്രേഡ് നടത്തി. ഇനിയും അവർ സൈനിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ്സും വരാനുണ്ട്. ഇപ്പോൾ ഗർണാച്ചോ പോകും, ഹോയിലൻഡ് പോകും. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സാലറി ഗ്യാപ്പ് അവിടെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് പൈസ കയ്യിൽ വരും. അത് വെച്ച് യുണൈറ്റഡ് കൂടുതൽ സൈനിങ്ങൾ മേബി നടത്തിയേക്കാം. ഒരു സെൻട്രൽ ബാക്കിനെ വേണമെങ്കിൽ അവർ കൊണ്ടുവന്നേക്കാം. അതേപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ അവർ കൊണ്ടുവന്നേക്കാം. പിന്നെ ഈ അടുത്ത് നമ്മൾ വേറെന്തോ ഒരു റൂമർ കേട്ടിട്ടുണ്ട്, ബലേബൻ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബലേബൻ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബലേബ വന്നു കഴിഞ്ഞാൽ കാര്യം നൈസായിരിക്കും. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, എവിടെയാണ് യുണൈറ്റഡിന് മിസ് എന്നുള്ളത്. അത് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളർ ഇല്ല. ആ കൺട്രോളർ വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് ടോപ്പ് ലെവലിലേക്ക് ഉയരും, എഴുതി വെച്ചോളൂ. ആ ഒരു ബലേബ വന്നാലുണ്ടല്ലോ, അത് മിഡ്ഫീൽഡിൽ കൊടുക്കാൻ പോകുന്ന കൺട്രോള്, ബാലൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് യുണൈറ്റഡിനെ കുറിച്ച്. ന്യൂകാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഗതികെട്ട അവസ്ഥയാണ്. അതേസമയം യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ടൈമാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ. ഇതെല്ലാം കൂടി ചിലപ്പോൾ വർക്കൗട്ട് ആവില്ലായിരിക്കും, എല്ലാവരും ഫ്ലോപ്പായി പോയിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.